السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബുലൂഗുൽ മറാമിലെ കിതാബുൽ ജാമിഇൽ നിന്നും ബാബു തർഗീബി ഫി മകാരിമിൽ അഖ്ലാഖ് എന്ന അധ്യായമാണ്, അതിലുള്ള ഹദീസുകളാണ് നമ്മൾ വായിച്ചു വരുന്നത്. ശ്രേഷ്ഠത നിറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഹദീസുകളാണ് അദ്ദേഹം ഇതിൽ നൽകിയിട്ടുള്ളത്. അടുത്ത ഹദീസ് وعن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم إياكم والجلوس بالطرقات قالوا يا رسول الله ما لنا بد من مجالسنا نتحدث فيها قال فأما إذا أبيتم فأعطوا الطريق حقه قالوا وما حقه قال غض البصر وكف الأذى ورد السلام والأمر بالمعروف والنهي عن المنكر متفق عليه. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വൽ ജുലൂസ ബിത്തുറുഖാത്ത്, വഴിയോരങ്ങളിൽ ഇരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കുക. ഖാലു യാ റസൂലല്ലാഹ് മാ ലനാ ബുദ്ദുൻ മിൻ മജാലിസിനാ നതഹദ്ദസു ഫീഹാ, അള്ളാഹുവിൻ്റെ റസൂലെ, അത് നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്തതാണ്, നമുക്കവിടെ സംസാരിക്കാനും മറ്റുമൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅമ്മ ഇദാ അബൈതും ഫഅതു ത്വരീഖ ഹഖ, നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് ചെയ്തേ പറ്റുമെങ്കിൽ നിങ്ങൾ വഴിക്കുള്ള അവകാശം നിങ്ങൾ കൊടുക്കണം. ഖാലു വമാ ഹഖു, എന്താണ് വഴിക്കുള്ള അവകാശം? ഖാല ഗദ്ദുൽ ബസർ, നിങ്ങൾ നിങ്ങളുടെ കണ്ണ് താഴ്ത്തേണ്ടതുണ്ട്. വകഫുൽ അദാ, ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നതിനെ തൊട്ട് നിങ്ങളെ പിടിച്ചു വെക്കണം. വറദ്ദു സലാം, സലാം മടക്കണം. വൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം. വന്നഹ്യു അനിൽ മുൻകർ, തിന്മ നിങ്ങൾ വിരോധിക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇവിടെ തുറുഖാത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ അങ്ങാടികൾ ഉണ്ടാകുന്ന, സൂഖ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു രീതിയാണ്. സൂഖ്, അങ്ങാടി എന്ന് പറയുന്നത് അത് വഴിയോരത്തിൽ അങ്ങാടി ഉണ്ടാകാറുണ്ട്, അല്ലാത്തതും ഉണ്ടാകാറുണ്ട്. എന്നാൽ അങ്ങാടികളിലേക്ക് എത്തുന്ന വഴികൾക്ക് മറ്റുമാണ് പൊതുവെ തുറുഖ് എന്ന് പറയുന്നത്. അത്തരം വഴികളിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുകയോ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആദ്യമായി അവിടുന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കരുത് എന്നാണ്. ഇയ്യാക്കും വൽ ജുലൂസ ബിത്തുറുഖാത്ത്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു പോകുന്ന വഴിയോരങ്ങളിൽ അങ്ങനെ ഇരിക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ സ്വഹാബികൾ അവർ പറയുകയാണ്, നമുക്ക് നിർബന്ധമായും അങ്ങനെ ഇരിക്കേണ്ട ചില അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അവർക്ക് അവരുടെ ആവശ്യ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി അങ്ങനെ വഴിയോരങ്ങളിൽ ഇരിക്കേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ട് അപ്പോൾ എന്തു ചെയ്യുമെന്നുള്ള നിലക്ക് അവർ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിക്കുള്ള ചില ഹക്കുകൾ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്, വഴിക്ക് ചില ബാധ്യതകൾ നിങ്ങളുണ്ട്, അത് നിങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയോരത്ത് അങ്ങനെ വെറുതെ ഇരിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? അത് വളരെ വ്യക്തമായ കാര്യമാണ്. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. കാരണം വഴിയോരത്ത് നമ്മൾ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് വഴിയെ പോകുന്ന ഒരുപാട് ഫിത്തനകൾ നമ്മളിലേക്ക് വലിച്ചിഴക്കുക എന്നുള്ളതിന് തുല്യമായ കാര്യമാണ്, അല്ലെ? ഒരാൾ വീട്ടിൽ സുരക്ഷിതനായിട്ട് ഇരിക്കുന്നതും ഒരു വഴിയിലിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമുക്ക് പാടില്ലാത്തതായ ഒരുപാട് കാഴ്ചകൾ കാണേണ്ടി വരിക ഈ വഴിയോരങ്ങളിൽ ഇരിക്കുമ്പോഴാണ്, സംശയമില്ല. നമ്മൾ വീട്ടിനകത്ത് സമാധാനമായി ഒരു ഹറാമും കാണാതെ നമുക്കിരിക്കാൻ സാധിക്കും. പക്ഷേ വഴിയോരങ്ങളിൽ ചെന്നിരുന്നാൽ ഒരുപക്ഷെ ഭംഗിയുള്ള സ്ത്രീകൾ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയേക്കാം, കൃത്യമായ ഹിജാബുകൾ ധരിക്കാത്ത സ്ത്രീകൾ പോയേക്കാം, അതൊക്കെ നമുക്ക് കാണേണ്ടി വരും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വഴിയിൽ പല രൂപത്തിലുള്ള മനുഷ്യന്മാർ, പല കുറവുകളും മറ്റുമൊക്കെ ഉള്ള ആളുകളൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് വല്ലതും പറഞ്ഞു പോയേക്കാം.
അങ്ങനെ ഗീബത്ത് നമ്മളിൽ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള വളരെ ഗുരുതരമായ പല പാപങ്ങളും നമ്മളിൽ സംഭവിക്കാനുള്ള സാധ്യത ഇങ്ങനെ വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. വഴിയോരത്തിൽ ഇരുന്ന് അങ്ങനെ കമന്റ് പാസ്സാക്കുക, അങ്ങനെ പോകുന്ന വഴിയിൽ പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ പരിഹസിക്കുക, ഇയാൾ എങ്ങോട്ടാണ്, എവിടേക്കാണ്, ഈ രൂപത്തിലൊക്കെ അയാളെക്കുറിച്ച് ഇല്ലാത്ത ഊഹങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ വഴിയോരത്ത് ഇരിക്കുന്ന ആളുകളുണ്ട്. സ്ത്രീകളെ കുറിച്ച് അങ്ങനെ കമന്റ് പാസ്സാക്കുക, ആ രൂപത്തിലൊക്കെ അഭിപ്രായങ്ങൾ പറയുക, മോശമായ സംസാരങ്ങൾ നടത്തുക, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. ഇനി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ഇനി നമ്മൾ ഒറ്റക്ക് പോയി ഒരു നാട്ടിലിരുന്നാൽ ഇങ്ങനെയുള്ള സംസാരിക്കാനും കുറ്റം പറയാനൊന്നും ആരുമില്ല. നമ്മൾ ഒറ്റക്ക് പോയി ഇരുന്നാൽ പോലും അത് ചിലപ്പോൾ ജനങ്ങളും നമ്മളെ സംശയിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഇയാൾ ഇങ്ങനെ ഇരിക്കുന്നത്, ഇയാൾ വല്ല കൃത്യമായി വല്ല ജാസൂസുമാണോ, അല്ലെങ്കിൽ ഇവിടെയുള്ള രഹസ്യ അന്വേഷണ വിഭാഗം മറ്റോ ആണോ, ആ രൂപത്തിലൊക്കെ പല നിലക്കും അങ്ങനെ വഴിയോരങ്ങളിൽ പോയി നമ്മൾ ഇരിക്കുക എന്ന് പറയുന്നത് എല്ലാ നിലക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഇഹത്തിലും പരത്തിലും ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബികൾ അവര് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെതിരായിക്കൊണ്ട് ചെയ്യണമെന്നുള്ള നിലക്കല്ല, മറിച്ച് അവർക്ക് അങ്ങനെ വഴിയോരത്ത് ഇരിക്കേണ്ട ചില നിർബന്ധ സാഹചര്യങ്ങൾ വരികയാണ്. വഴിയോരത്തിരുന്ന് അവർക്ക് ഇരിക്കേണ്ട ചില കാര്യങ്ങൾ വരികയാണ്. അതാണ് സ്വഹാബികൾ ചോദിച്ചത്, നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കേണ്ടി വന്നാൽ എന്തു ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഫഅതു ത്വരീഖ ഹഖഹു, വഴിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഹക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഒന്നാമത്തെ ഹക്കായി പറഞ്ഞത് ഗള്ളുൽ ബസറാണ്. വഴിയിൽ നമ്മൾ പ്രത്യേകം പാലിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ കണ്ണിനെ അത് താഴ്ത്തുക എന്നുള്ളതാണ്. അഥവാ ഹറാമായ കാഴ്ചകളെ തൊട്ട് നമ്മുടെ കണ്ണിനെ താഴ്ത്തുക എന്നുള്ളതാണ്. വഴിയോരത്തിരിക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, ആ വഴിയിൽ പോകുന്ന സ്ത്രീകളുണ്ടെങ്കിലും ശരി, ഇനി അതല്ലൊരു പുരുഷനാണെങ്കിലും ശരി, ചില ആളുകളുടെ ഒരു പ്രത്യേക സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഒരാൾ അയാളുടെ മുന്നിലേക്ക് വന്നാൽ അയാൾ അവിടുന്ന് മായുന്നത് വരെ, അയാളുടെ കണ്ണിന്റെ കാഴ്ചയിൽ മായുന്നത് വരെ അയാൾ ഇങ്ങനെ കണ്ണുകൊണ്ട് തുടർത്തി നോക്കുക, അങ്ങനെ അയാളെ നമ്മൾ സ്കാൻ ചെയ്യുക എന്ന് പറയും. ആ രൂപത്തിൽ ഇങ്ങനെ നോട്ടം അങ്ങനെ ഒരാളിൽ പതിപ്പിക്കുക, ഇതൊന്നും നല്ല സ്വഭാവങ്ങളിൽപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ അത് ശ്രദ്ധിക്കണം. മറിച്ച് അങ്ങനെ വഴിയോരത്തിരിക്കേണ്ടി വരുന്ന ആളുകൾ, പ്രത്യേകിച്ചും വഴിയോരത്ത് കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല, വഴിയോരത്ത് ഒരുപാട് ആളുകൾ, ചില ആളുകൾ പച്ചക്കറികൾ വിൽക്കുന്നുണ്ടാകും, ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ടാകും, അത്തർ വിൽക്കുന്നുണ്ടാകും, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വഴിയോരത്ത് ജോലി ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആ വഴിയോരത്തുള്ള ഭാഗത്തുകൂടി പോകുന്ന ആളുകൾ ഉണ്ടാകും, അവരുടെ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് അത്തരത്തിൽ വഴിയോരങ്ങളിലുള്ള ആ രൂപത്തിലുള്ള കാര്യം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത്തരം വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് ഫിത്തനകൾ നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ വേണ്ടി വരും നമ്മൾ കുറച്ചു നേരം റോഡിലേക്ക് ഇറങ്ങിയാൽ. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു മസ്ജിദിലേക്ക് വരുന്ന സമയത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് ചിലപ്പോൾ കാണേണ്ടി വരുന്നത്, അല്ലെ? നമ്മൾ വീട്ടിൽ സമാധാനത്തോടെയാണ്, മസ്ജിദിലേക്ക് എത്തിയാലും സമാധാനമാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു വഴിയോര കാഴ്ചകൾ നമുക്ക് ഒരുപാട് കാണേണ്ടി വരികയാണ്. അപ്പോൾ ആ നിരന്തരമായി ആ വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ഒരുവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇവൻ്റെ നിത്യ കാഴ്ചയായി ഇത് മാറിപ്പോകും. അതുകൊണ്ട് കണ്ണിനെ സൂക്ഷിക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. രണ്ടാമതായി പറഞ്ഞു വകഫുൽ അദാ, അവൻ ഒരു ഉപദ്രവവും മറ്റൊരാൾക്കും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് എല്ലാം അതിൽ ഉൾപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കണം. അവൻ്റെ ഉപദ്രവം എന്ന് പറയുന്നത്, ചില ആളുകളുടെ ഉപദ്രവം നോട്ടം കൊണ്ട് തന്നെ ആയിരിക്കും, അല്ലെ? ചില മനുഷ്യന്മാരുടെ നോട്ടം കൊണ്ട് തന്നെ ഉപദ്രവിക്കപ്പെടുന്ന സ്ത്രീകളും ഉണ്ടാകും, പുരുഷന്മാരും ഉണ്ടാകും. അത് വലിയ ഉപദ്രവം തന്നെയാണ്, കണ്ണുകൊണ്ടുള്ള ഉപദ്രവം. അങ്ങനെയുള്ള നോട്ടങ്ങൾ കൊണ്ട് ഉപദ്രവം ഉണ്ടാകും. ചില ആളുകൾ ഇനി ആ രൂപത്തിൽ ചില സംസാരങ്ങൾ കൊണ്ട് അടുത്തേക്കൂടി പോകുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ രൂപത്തിലുള്ള മോശം സംസാരങ്ങളൊക്കെ പറഞ്ഞ്, പരിഹാസ വാക്കുകളൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ടാകും. ഇത് പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വഴിയോരങ്ങളിൽ പോകുന്ന ആളുകളെ ഇനി ശാരീരികമായിട്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ഉപദ്രവിക്കുന്ന വളരെ കടുത്ത അധർമ്മകാരികൾ ഉണ്ടാകും. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അത് ശ്രദ്ധിക്കണം. ഒരു ഉപദ്രവവും നമ്മുടെ മുന്നിലൂടെ പോകുന്ന, വഴിയോരത്തിൽ പോകുന്ന യാത്രക്കാർക്കുണ്ടാക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വകഫുൽ അദാ. മൂന്നാമതായി അവിടുന്ന് പറഞ്ഞു വറദ്ദുസ്സലാം, സലാം മടക്കുക എന്നാണ് പറഞ്ഞത്. കാരണം വഴിയോരത്ത് ഇരിക്കുന്നവരാണ്. നമുക്കറിയാം, നേരത്തെ സലാമിൻ്റെ അതിൻ്റെ മര്യാദകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
നിൽക്കുന്നവർ ആർക്കാണ് സലാം പറയേണ്ടത്? ഇരിക്കുന്നവരാണ്. നടന്നു പോകുന്ന ആളുകൾ, അവിടെ ഇരിക്കുന്ന ആളുകൾക്കാണ് സലാം പറയേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ ബാധ്യത, ആരെങ്കിലുമൊക്കെ സലാം പറഞ്ഞാൽ എന്ത് ചെയ്യണം? അയാൾ സലാം മടക്കണം. ബാധ്യതയിൽപ്പെട്ട ഒരാൾ സലാം പറഞ്ഞു പോയാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മിണ്ടാതിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തിരക്കിലാകാൻ പാടില്ല. സലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് മടക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ആരെങ്കിലും വഴിയോരത്തിൽ പോയി നമ്മളോട് സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങോട്ടേക്ക് സലാം പറയണോ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, ഏറ്റവും നല്ലത് ആദ്യം അയാളോടൊന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ പോവുകയാണ് സലാം പറയണം, ഇങ്ങനെ പോവുകയാണെങ്കിൽ സലാം പറയണം എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കുക, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. പിന്നീട് പറഞ്ഞ 4-മത്തെ കാര്യം അൽ അംറു ബിൽ മഅറൂഫ്, അതുപോലെ 5-മത്തെ കാര്യം വന്നഹ്യു അനിൽ മുൻകർ. നന്മ കൽപ്പിക്കേണ്ടി വരും, അതുപോലെ തിന്മ വിരോധിക്കേണ്ടിയും വരും. ഇപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു നന്മയിൽ വീഴ്ച വരുത്തുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുക? നന്മ കൽപ്പിക്കുക. ഉദാഹരണത്തിന് നമ്മളൊരു മസ്ജിദിന്റെ പുറത്താണ് ഒരാൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കച്ചവടം ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നിന്ന് വർത്താനം പറയുന്നത്. അപ്പം അതിലൂടെ ഒരാൾ പോകുന്ന കണ്ടു, ഇഖാമത്തിന്റെ സമയമായി, ബാങ്ക് വിളിച്ചു, ഇഖാമത്തിന്റെ സമയമായി. അപ്പോൾ ഒരാൾ അങ്ങനെ പള്ളിയിൽ കയറാതെ പോകുന്ന കണ്ടാൽ നമുക്ക് അയാളോട് പറയാൻ പറ്റുന്ന കാര്യമാണ്, ഒരു മസ്ജിദിലേക്ക് കയറുന്ന സമയമായി, ഇഖാമത്തിന്റെ സമയമായി. അങ്ങനെയുള്ള നന്മ നമുക്ക് എന്ത് ചെയ്യാം? അയാളോട് കൽപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, അയാളിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ച ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തിന്മ വിരോധിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഒരാളുടെ വസ്ത്രം നിര്യാണിക്ക് താഴെ ഇട്ട് അയാൾ പോകുന്നത് കാണുകയാണ്, നമ്മളിങ്ങനെ കാണുന്നു. അപ്പോൾ അയാളോട് പറഞ്ഞു കൊടുക്കുക, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ആ രൂപത്തിൽ അയാളോട് സംസാരിക്കാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അങ്ങേയറ്റം റിഫ്കോട് കൂടി പറയണം. അയാളുടെ കയർത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അയാളോട് ആക്രോശിക്കാനോ ഒന്നും നിൽക്കരുത്. മറിച്ച് വളരെയധികം നല്ല രൂപത്തിൽ അയാൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. നമ്മളെ ഇസ്ലാമിക മര്യാദ അതിങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹദീസ് ഓർക്കുകയാണെങ്കിൽ മാ അസ്ഫല മിനൽ കഅബൈനി ഫഫിന്നാർ എന്ന രൂപത്തിൽ ഹദീസുകളൊക്കെ പറഞ്ഞു കൊടുക്കുക. 2 നെരിയാണി വിട്ട് താഴേക്ക് പോകുന്ന വസ്ത്രം നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്യാം? അത് പറയാം, ആ രൂപത്തിൽ സംസാരിക്കാം. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. പുരുഷന്മാരെന്ത് ചെയ്യണം? ആ രൂപത്തിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം അത് പറയുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ആ രൂപത്തിൽ പറഞ്ഞത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയാണ്. യബ്ന അഖി ഇർഫഅ സൗബക് ഫഇന്നഹു അത്ഖാ ലിറബ്ബിക് വഅബ്ഖാ ലിസൗബിക്. മോനെ, നീ നിന്റെ വസ്ത്രം ഉയർത്തുക, അതാണ് നിന്റെ റബ്ബിനോട് ഏറ്റവും നല്ല സൂക്ഷ്മത പുലർത്തുന്നത്. നിന്റെ വസ്ത്രം അത് ബാക്കിയാകാനും വസ്ത്രം നന്നായിരിക്കാനും അത് തന്നെയാണ് നല്ലത് എന്നുള്ളത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യമൊക്കെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വഴിയോരത്തിരിക്കുന്ന ആളുകൾക്ക് ഇത്രയും ബാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കൃത്യമായി പാലിക്കാതെ വെറുതെ വഴിയോരത്ത് നിന്ന് അങ്ങനെ വഴിയോര കാഴ്ചകൾ കണ്ടു പോരരുത്. അത് വഴിയോരത്തിൽ ഇരിക്കുന്നവരും വഴിയോരത്തിൽ നിൽക്കേണ്ടി വരുന്നവരും ഒക്കെ പാലിക്കേണ്ട ബാധ്യതകളാണ് എന്നാണ് പറയുന്നത്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളോടൊപ്പം വേറെയും ചില പൊതുവായ ചില ബാധ്യതകളൊക്കെ ഉണ്ട്. ഒരു വ്യക്തി അവിടെ വഴിയിൽ വല്ലതും വീണ് കിടക്കുകയോ അല്ലെങ്കിൽ ആ നടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അപകടം പറ്റുകയൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായമൊക്കെ നൽകേണ്ടി വന്നാൽ ഈ വഴിയോരത്ത് നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? സഹായിക്കാൻ വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. ഒരാൾ ഭാരിച്ചൊരു വസ്തു അയാൾ ഇറക്കി വെക്കാൻ സാധിക്കുന്നില്ല, നമ്മളവിടെ വഴിയോരത്ത് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭാരിച്ചൊരു വസ്തു ഒരാൾക്ക് അത് ചുമക്കേണ്ടി വരികയാണ്, നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുക? അത് പോയി സഹായിച്ചു കൊടുക്കുക. അതൊക്കെ പൊതുവായിട്ട് മുസ്ലിമീങ്ങൾക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖയുടെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ പെട്ടതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി കണ്ണ് കാണാത്തൊരു വ്യക്തി വരികയാണ്, അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയെ നമ്മൾ കാണുകയാണ്, വഴിയോരങ്ങളിലുള്ള ആളുകളാണ്, പൊതുവെ അത്തരക്കാർക്ക് കൂട്ടാവുക. അപ്പം അവരെന്ത് ചെയ്യണം? അവരെ സഹായിക്കണം. ഈ രൂപത്തിൽ എന്തെല്ലാം നന്മകളുണ്ടോ ഒരു വഴിയിൽ ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ ചെയ്യുന്ന ആ വഴിയിലുള്ള തിന്മകളെ പരമാവധി കുറക്കാൻ സഹായകമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആര് ചെയ്യണം? ആ വഴിയോരത്ത് നിൽക്കുന്ന ആളുകൾ ചെയ്യണം. ഇല്ലെങ്കിൽ നിൽക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇല്ലെങ്കിൽ നിൽക്കരുത്. നിൽക്കുന്ന ആളുകൾ ഈ ബാധ്യതകളൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു, ഈ അധ്യായം ബാബു തർഗീബ് ഫി മകാരിമിൽ അഖ്ലാഖ് ആണ്. സൽക്കർമ്മങ്ങൾ, അതിനെക്കുറിച്ച് അല്ലെങ്കിൽ നല്ല സ്വഭാവങ്ങളെക്കുറിച്ച് അറിയിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതിൽ ചില കാര്യങ്ങളെക്കുറിച്ച് താക്കീതാണ് ചെയ്യുന്നത്. മസാവിയുൽ അഖ്ലാഖിനെ കുറിച്ച് താക്കീതാണ് ചെയ്യുന്നത്. അത് ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ താക്കീത് ചെയ്ത് നമ്മളതിൽ നന്നായാൽ നമുക്കൊരുപാട് മക്കാരിമുൽ അഖ്ലാഖ് കിട്ടും. അതിൽപ്പെട്ടതാണ് കണ്ണ് താഴ്ത്തി കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല
സൽസ്വഭാവത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല സൽസ്വഭാവിയാണ് എന്നറിയിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് അവൻ കണ്ണ് താഴ്ത്തുക എന്നുള്ളത്. അതുപോലെ ഏറ്റവും നല്ല സൽസ്വഭാവത്തിൽപ്പെട്ടതാണ് അവൻ ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത്. അതിൽ പറയുന്നുണ്ട് ഏറ്റവും നല്ല സൽസ്വഭാവത്തിൽപ്പെട്ടതാണ് ആളുകൾ സലാം പറഞ്ഞാൽ സലാം മടക്കുക എന്നുള്ളത്. അതൊക്കെ സഹോദരങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇത് സൽസ്വഭാവങ്ങളിൽ വളരെയധികം മുന്തി നിൽക്കുന്ന മുൻപന്തിയിലുള്ള കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. അതുകൊണ്ടാണ് അതിന് വിപരീതമായ കാര്യങ്ങളെ തൊട്ട് അവിടുന്ന് താക്കീത് ചെയ്യുന്നത് എന്നാണ്. ഇനി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ചോദ്യം പറയാണ്, അൽ ഹലഫ്ളു ലി അൻ അബ്ഖാ ഫി ബൈതി ഔ അൻ അജ്ലിസ ഫി സൂഖ്. ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും നല്ലത് വീട്ടിലിരിക്കലാണോ അതല്ല അങ്ങാടിയിലിരിക്കലാണോ, ഏതാണ് ഏറ്റവും അഫ്ളൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു, ഇദാ കാന യുംകിനുകൽ ബഖാഉ ഫിൽ ബൈതി ഫഹുവൽ അഫ്ളൽ. നിനക്ക് വീട്ടിലിരിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും അഫ്ളൽ. അങ്ങനെ ഒരു അങ്ങാടി പോയി നിന്നുകൊണ്ട് ഒരു ജോലി ചെയ്യേണ്ട ആവശ്യം നിനക്കില്ല. വീട്ടിലിരുന്നാൽ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് അദ്ദേഹം പറയാണ്. കാരണം ലിഅന്ന സ്വഹാബത റളിയല്ലാഹു അൻഹും ഇന്നമാ ഉദിന ലഹും ഹീന ഖാലു മാ ലനാ ബുദ്ദുൻ ഫി മിൻ മജാലിസിന. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് എപ്പോഴാണ് അനുവാദം കൊടുത്തത്? തുടക്കത്തിലല്ല. അവർ ഞങ്ങൾക്കത് ഒഴിച്ചുകൂടാൻ പറ്റില്ല, അത് മതിയായേ തീരൂ എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്? അത് അനുവാദം കൊടുക്കുന്നത്. അമ്മ മൻ കാന ലാ യുബാലി അജ്ലസ ഫി സൂഖി ഔ ഫി ബൈതി ഫബൈതുഹു അഫ്ളൽ വഅബ്റഉ ലിദിമ്മതിഹി. കാരണം ഒരു മനുഷ്യന് എവിടെ ഇരുന്നാലും ഒരുപോലെയാണ്. വീട്ടിലാണെങ്കിലും ശരി, അത് റോട്ടിലാണെങ്കിലും ശരി, ഒരുപോലെയാണ് എങ്കിൽ അവൻ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് അവന്റെ വീട്ടിലിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നല്ലത്. ഒരു തെറ്റുകളിലൊന്നും പോകാതിരിക്കാൻ ഏറ്റവും നല്ലത് അതാണ്. ലിഅന്നഹു റുബ്ബമാ യജ്ലിസു ഫി ത്വരീഖി വലാ യുഅ്തിഹി ഹഖ്ഖ. കാരണം ചില ആളുകൾ വഴിയിലിരിക്കും, പക്ഷേ വഴിക്ക് കൊടുക്കേണ്ട ഹക്കൊന്നും അവൻ നൽകുകയില്ല. വറുബമായ തഹാവനു ഫിൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ. ചിലപ്പോൾ അവൻ നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതിലൊക്കെ എന്ത് ചെയ്യും? വീഴ്ചകൾ വരുത്തും. റുബ്ബമാ ലാ യഗ്ളുൽ ബസർ. ചിലപ്പോൾ അവന് കണ്ണൊന്നും താഴ്ത്തുകയില്ല. ഫതമുറു ബിഹി മർഅത്തുൻ ജമീല ഷാബ്ബ ഫലാ യംലികു നഫ്സ. ഒരു സുന്ദരിയായ ഒരു യുവതി ചിലപ്പോൾ അവന്റെ മുന്നിലൂടെ കടന്നു പോകും. അവന്റെ കണ്ണിനെ നിയന്ത്രിക്കാൻ അവന് കഴിഞ്ഞെന്ന് വരികയില്ല. ഫഹാദ ബൈതുഹു അസ്ലമു ലഹു. അത്തരക്കാർക്ക് വീട് തന്നെയാണ് ഏറ്റവും നല്ലത്. ലാക്കിൻ ഇദാ കാന ലാ ബുദ്ദ മിനൽ ജുലൂസ് ഫയജിബു ഇഅ്താഉ അത്വരീഖി ഹഖ്ഖ. എന്നാൽ ഒരാൾക്ക് വേറെ വഴിയില്ല, വീട്ടിലിരുന്ന കാര്യം നടക്കൂല എങ്കിൽ അവൻ വഴിയിലിരിക്കുന്ന സമയത്ത് അവൻ വഴിയുടെ ഹക്കുകൾ കൊടുത്തിട്ടിരിക്കട്ടെ എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. അതേ മറ്റൊരു കാര്യം ചോദിക്കുകയാണ്, വഴിയിലിരിക്കുന്ന ആളുകൾ ഹൽ ഇദാ ജലസ ഫി ത്വരീഖി ലഹു അൻ യഅകുല വയശ്റബ ഫി ത്വരീഖ്. അവന് വഴിയിലിരിക്കുന്ന സമയത്ത് അവൻ വെള്ളം കുടിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പാനീയങ്ങൾ കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ പറ്റുമോ? അത് വഴിയിലിരിക്കുന്ന ആൾക്ക് പറ്റുമോ എന്നാണ്. അദ്ദേഹം പറയുന്നു, ഹാദാ ഹസ്ബൽ ഉർഫ്. ഇത് നാട്ടു നടപ്പനുസരിച്ചിരിക്കും. ഒരു നാട്ടിൽ അങ്ങനെ നമ്മൾ വഴിയിൽ വെച്ച് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്ന വലിയൊരു ഐബായിട്ട് കുറവായിട്ട് കാണുകയാണെങ്കിൽ നമ്മളത് ഒഴിവാക്കേണ്ടതാണ്. നമ്മളൊരു മര്യാദ ഇല്ലാത്ത ആളുകളാണ് എന്ന് ആളുകൾ വിലയിരുത്തപ്പെടും. അതുകൊണ്ട് അതനുസരിച്ച് ചെയ്യുക. പക്ഷേ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ പൊതുവെ ആളുകൾ റോഡ് സൈഡിൽ ഇരുന്ന് കഴിക്കുകയും ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആളുകൾ ചായ ഒക്കെ കുടിക്കുന്നുണ്ട്. അത് ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് കുഴപ്പമുണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഹദീസിൽ നിന്നുള്ള ഫായിദകൾ ഒന്നുകൂടി അദ്ദേഹം പറയാണ്. ഹിർസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല സലാമത്തി വൽ ബുഅദി അനിൽ ഫിത്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ എല്ലാവിധ ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നുമൊക്കെ സുരക്ഷിതനാകാൻ വേണ്ടി അങ്ങേയറ്റം താല്പര്യം കാണിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് അവിടുന്ന് ആദ്യം തന്നെ എന്ത് പറഞ്ഞത്? സഹാബികളോട് വഴിയിലിരിക്കുന്നത് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് അങ്ങനെയുള്ള ഫിത്നകളിൽ പെട്ടുപോകരുത് എന്ന വളരെയധികം താല്പര്യം അവിടത്തേക്കുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഹിർസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ കഫിൽ അദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആളുകൾ ഉപദ്രവത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒന്നാമത് അതിന്റെ ഹക്കായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽപ്പെട്ടതാണ് എന്താണ്? കഫുൽ അദ. ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത്. മൂന്നാമതായി അദ്ദേഹം പറയുന്നു, ജവാസു മുറാജഅത്തിൽ ആലിമി ഫീമാ യഖൂൽ. ഒരു പണ്ഡിതൻ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് അനുവാദമുണ്ട്? ആവശ്യമുണ്ട് എങ്കിൽ അയാൾക്ക് ആ പറഞ്ഞതിൽ ഒരു തിരുത്തലൊക്കെ നടത്താം, ഒരു പുനരാലോചന ആ പറഞ്ഞതിൽ നടത്താം. അല്ല പണ്ട് അങ്ങനെ പറഞ്ഞു, ഇനി മാറ്റാൻ പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഇരിക്കരുത് എന്നാണ് പറഞ്ഞത്. പക്ഷേ സ്വഹാബികൾ അവരുടെ അവസ്ഥ വിശദീകരിച്ചപ്പോൾ ഇരുന്നേ മതിയാകൂ, വേറെ വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇരിക്കാനുള്ള അനുവാദം
കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ആവശ്യമുണ്ട് എങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. പക്ഷെ അത്തരം സമയത്ത് അദ്ദേഹം പറയുന്നു എന്ത് ചെയ്യണം, ആ വിഷയം കാരണങ്ങൾ അത് പറയണം. കാരണം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇന്ന കാരണങ്ങൾക്കൊക്കെ അത് പറയേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം പറയുന്നു മുറാഅത്തുൽ അഹ്വാൽ, അവസ്ഥകൾ പരിഗണിക്കുക എന്നുള്ളത്. അല്ല, ആദ്യം വേറെ വഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, ഇന്നാൾ ഇരുന്നോളൂ എന്ന് പറയുന്നത്. അപ്പം അയാളുടെ ആവശ്യം അവിടെ പരിഗണിക്കുകയാണ്. പൊതുവായിട്ടൊരു ഹുക്മ് പറഞ്ഞപ്പോഴും ഒരു നിയമം പറഞ്ഞപ്പോഴും ആവശ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അതിന് ദീനിന്റെ മറ്റ് മാർഗങ്ങളുണ്ട് എങ്കിൽ അതിനുള്ള അളവുകൾ അത് കൊടുക്കുകയാണ്. എന്ന് ഇബ്നു സൈം റഹിമഹുല്ലാ പറയാണ്, ഫമസലൻ ഇദാ ഖുൽത ഹാദാ ഹറാം, നീ ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞു, ഒരു കാലത്ത് നീ ഒരു കാര്യം നിഷിദ്ധമാണെന്ന് പറഞ്ഞു. സുമ്മ റഅയ്ത അന്ന മിനൽ മസ്ലഹതി ഔ മിനൽ ദറൂറതി അൻ തുഹില്ലഹു ലിഹാദ ശഖ്സ് ഫീ നിതാഖ് ശരീഅ ഫലാ ബഅസ് ഹല്ലിൽഹു വലൗ കുൻത ഖദ് ഹറംതഹു ഖബ്ലൻ. പിന്നീട് നീ മനസ്സിലാക്കുകയാണ് കൂടുതൽ മസ്ലഹത്ത് അല്ലെങ്കിൽ ഒരു ദറൂറത്ത്, ഒരു വിഷയം ഒരാൾക്കുണ്ട് എങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, നിനക്ക് ആ നേരത്തെ ഹറാമാണെന്ന് പറഞ്ഞ കാര്യം എന്ത് ചെയ്യാൻ സാധിക്കും, അത് ഹലാലാണെന്ന് പറയാൻ പറ്റും. വലൗ കുൻത ഖദ് ഹറംതഹു ഖബ്ല, നീ മുമ്പ് അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ ആളാണെങ്കിലും ശരി, വേറെ പ്രത്യേകമായൊരു മസ്ലഹത്ത് അല്ലെങ്കിൽ ഒരു ദറൂറത്ത് ഉണ്ട് എന്നതിൽ കാണുകയാണ് എങ്കിൽ ശരീഅത്തിന്റെ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പ് പറഞ്ഞൊരു അഭിപ്രായം തിരുത്തി, മുമ്പ് ഹറാം എന്ന് പറഞ്ഞത് തിരുത്തി ഹലാലാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുകയാണ്. ഹറാം ഹലാലാവൂല, അത് സാഹചര്യങ്ങൾ വരുമ്പോൾ, ദറൂറത്തിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ ചില ഹറാമുകൾ എന്ത് ചെയ്യും, അത് ഹലാലാവുകയാണ്. അല്ല, എപ്പോഴും ഒരു വിധിയല്ല. ഹറാമിന് ചില സാഹചര്യങ്ങളിൽ ദറൂറത്തിന് എന്ത് ചെയ്യും, നമുക്ക് അനുവദിക്കപ്പെടും. ഇൻഷുറൻസിന്റെ വിധി എന്താണ്? ഇൻഷുറൻസിന്റെ വിധി എന്താണ് ദീനുൽ ഇസ്ലാമിൽ? ഹറാമാണ്, സംശയമില്ലല്ലോ. ഇൻഷുറൻസിന്റെ വിധി ഹറാമാണ്. പക്ഷേ നമുക്കിവിടെ വാഹനങ്ങൾ നമ്മളെല്ലാവരും ഇൻഷുറൻസ് എടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ദറൂറത്താണ്. കാരണം നമുക്ക് നമ്മളെ നാട് നമ്മൾ ആ രൂപത്തിലേക്ക് കുടുക്കിയിരിക്കുകയാണ്. നമുക്ക് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വലിയ അപകടം, എന്തെങ്കിലുമൊക്കെ തട്ടലോ മുട്ടലോ നടത്തിയാൽ നമ്മൾ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരുന്ന നമ്മുടെ വലിയ സാമ്പത്തികമായ വലിയ നഷ്ടവും അതുപോലെ തന്നെ ചിലപ്പോൾ അഭിമാനവും ജയിൽവാസവും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അവിടെ ദറൂറത്തുള്ള സാഹചര്യത്തിൽ എന്താക്കുകയാണ്, അത് ഹലാലാവുകയാണ്. എന്നാൽ മെഡിക്കൽ ഇൻഷുറൻസ് നിലവിൽ നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാരാരും അത് അനുവാദമുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ പണ്ഡിതന്മാരുടെ തന്നെ ഫത്വ കാണാൻ സാധിക്കും. ഒരു നാട്ടിൽ അയാൾക്ക് വേറൊരു വഴിയില്ല, വലിയ ബാധ്യതകളാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈൽ ഹഫിളഹുള്ളാഹ് പറഞ്ഞത് കാണാൻ, അയാൾക്ക് വലിയ ബാധ്യത ഉണ്ടാകാണ്. സാധാരണ ചെലവുകൾ അനുസരിച്ച് ആ നാട്ടിൽ ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റൂല. ഇൻഷുറൻസ് എടുത്താൽ മാത്രമേ, മെഡിക്കൽ ഇൻഷുറൻസ് എടുത്താൽ മാത്രമേ അയാൾക്ക് ആ ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റൂ. അല്ലെങ്കിൽ രാജ്യം അയാളെ നിർബന്ധിക്കുന്നു. ഇനിയിപ്പോൾ നാളെ ഇന്ത്യൻ ഗവൺമെന്റ് നിർബന്ധിക്കുകയാണ്, ഇവിടെ എല്ലാ ഹോസ്പിറ്റലും അവിടെ നമുക്ക് ഇൻഷുറൻസ് കാർഡ് കൊണ്ടുപോയാൽ ചികിത്സിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഹറാമാണ്. ഇൻഷുറൻസ് നേരത്തെ ഹറാമാണ്. ഞാനിനി എന്ത് ചെയ്യൂല, എടുക്കൂല, ഞാനിനി ചികിത്സിക്കൂല, ഓപ്പറേഷൻ ഇല്ല, ഞാൻ വീട്ടിലിരിക്കും എന്ന് പറയോ? അപ്പം നമ്മൾ ഹറാം ഹലാലായി. എപ്പോഴാണ്? അത്തരത്തിലുള്ള ദറൂറത്തുകൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അല്ല അത് ഹലാലാകാണ്. അതുപോലെ നമുക്ക് സമാനമായ മഹാന്മാരായ പണ്ഡിതന്മാർ അത്തരം അഭിപ്രായങ്ങൾ സ്വീകരിച്ച് കാണാൻ സാധിക്കും. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ ദഅവത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് വീഡിയോഗ്രാഫി പാടില്ല, അത് ആവശ്യമേ ഇല്ല എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതനാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൽ വലിയ മസ്ലഹത്തുണ്ട്. ഒരുപാട് ആളുകളിലേക്ക് തൗഹീദും സുന്നത്തും ഒക്കെ എത്താൻ ഇതൊരു മാധ്യമമായി മാറുന്നുണ്ട്. ഞാൻ നേരത്തെ ഇത് ഹറാമായി കണ്ടതാണ്. എന്നാൽ നമ്മളൊക്കെയും നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന്, അതായത് മസ്ലഹത്തു നഫ്സിന് നമ്മൾ ഈ ഹറാമായ കാര്യം ഉപയോഗിക്കാറുണ്ട് അല്ലെ? എല്ലാവരും പാസ്പോർട്ടിന് ഫോട്ടോ എടുക്കാറുണ്ട്. എന്നാൽ പിന്നെ ഇത് ഹറാമാണെങ്കിൽ വീട്ടിലിരിക്കണം, നിങ്ങൾ എവിടെയും യാത്ര ചെയ്യരുത്. നിങ്ങൾ ID കാർഡ് ഉണ്ടാക്കാറുണ്ട്, ഇപ്പോൾ ആധാർ കാർഡ് ഉണ്ടാക്കാറുണ്ട്. എന്തിനധികം ഒരു സിം എടുക്കണമെങ്കിൽ പോലും നമ്മൾ ഫോട്ടോ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ സ്വന്തം ബെനിഫിറ്റാണ്. അപ്പോൾ സ്വന്തം ബെനിഫിറ്റിന് ഒരു കാര്യം ചെയ്യുന്നതിനേക്കാളും മസ്ലഹത്ത് കൊടുക്കേണ്ടത് മസ്ലഹത്തുൻ ആമ്മ, അതായത് പൊതുവായിട്ടുണ്ടാകുന്ന ഉപകാരത്തിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. ആ ദലീലുകളൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അത്തരം ദഅവ ആവശ്യങ്ങൾക്ക് വേണ്ടി വീഡിയോ ഉപയോഗിക്കുന്നത് എന്തില്ല, തെറ്റില്ല. ഇത്തരം അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കാത്ത ചില ആളുകൾ പറയും, കണ്ടില്ല ഇവർ നേരത്തെ ഇത് ഹറാമാക്കിയിരിക്കുന്നു, ഇപ്പോഴിതാ ഇത് ഹലാലാക്കിയിരിക്കുകയാണ്. അല്ല, ഇത് പണ്ഡിതന്മാർ ചെയ്ത അഹ്ലുസുന്നത്തിന്റെ ഖായിദകളോട് യോജിക്കുന്ന, അടിസ്ഥാനങ്ങളോട് യോജിക്കുന്ന, ഓരോരുത്തരും അവരുടെ ജീവിതത്തിലും പുലർത്തിപ്പോരുന്ന കാര്യമാണ്.
അതുകൊണ്ട് നമ്മൾ നേരത്തെ അങ്ങനെ പറഞ്ഞുപോയി എന്നുള്ള നിലക്ക് ആരും അതിൽ തിരുത്താതിരിക്കേണ്ടതില്ല. പക്ഷെ നമ്മളിപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ അതിൻ്റെ ആവശ്യമില്ല, അത് തെറ്റന്നെയാണ്, ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ശരിയാണ്, നമ്മൾ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാം, അതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ ചിലരെങ്കിലും അത് ഞാൻ നേരത്തെ അങ്ങനെ, ഞാൻ കുറേ സംഘടനക്കാരോടൊക്കെ സംസാരിച്ചു പോയി, അവരോടൊക്കെ അങ്ങനെ പറഞ്ഞു പോയി, ഇനിയിപ്പോൾ ഞാൻ തുടങ്ങിയാൽ അവരെന്നെ പരിഹസിക്കും, കളിയാക്കും, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ദീനിൻ്റെ ഒരു നിയമം അത് നമ്മൾ ഉൾക്കൊള്ളാതിരിക്കേണ്ട ആവശ്യമില്ല. ദീനിൻ്റെ ഒരു നിയമം ഉൾക്കൊള്ളാതിരിക്കേണ്ട ആവശ്യമില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മഹാന്മാരായ പണ്ഡിതന്മാർക്ക് അവരുടെ ഫത്വകളിൽ മുറാജഅത്ത് നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ വലിയ അറിവൊന്നുമില്ലാത്ത സാധുക്കളായ ആളുകൾക്കൊക്കെ നമുക്ക് പലപ്പോഴും പല മുറാജഅത്ത് നടത്തേണ്ടി വരും. അത് വിവരമുള്ളവർ അത് അംഗീകരിക്കും, വിവരമില്ലാത്ത ആളുകൾ അതിൻ്റെ പിന്നിൽ പോയി പരിഹസിക്കുകയും ഇവർ അഭിപ്രായങ്ങൾ മാറ്റുകയൊക്കെ ചെയ്യും. വേറെ ചിലർ ചില തെളിവുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരാൾ ഫിത്നയിൽപ്പെട്ടതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്, അയാൾ ഇന്നലെ ഹലാൽ എന്ന് പറഞ്ഞ കാര്യം ഇന്നലെ ഹറാം എന്ന് പറഞ്ഞ കാര്യം ഇന്ന് ഹലാലാക്കി എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ വിവരദോഷികൾ ഇതേ ഫത്വ എടുത്തിട്ട് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ വിഷയത്തിൽ പോയാൽ അദ്ദേഹം ഫിത്നയിൽപ്പെട്ടിട്ടാണ് മരിച്ചതെന്ന് പറയേണ്ടി വരും, നഊദു ബില്ലാഹ്. അല്ലെങ്കിൽ ഇന്നത്തെ കിബാറുകൾ ഉലമാക്കളിൽപ്പെട്ട ഷെയ്ഖ് സാലിൽ ഫൗസാൻ ഹഫിളല്ലാഹ്, അദ്ദേഹം നേരത്തെ വീഡിയോ അനുവദിക്കുമായിരുന്നില്ല, അദ്ദേഹത്തെ വീഡിയോ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പോലും വിമർശിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് വീഡിയോ എടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഈ അസർ എടുത്തു കൊണ്ടുപോയിട്ട് ഷെയ്ഖ് സാലിൽ ഫൗസാൻ ഇതാ ഫിത്നയിൽപ്പെട്ടിരിക്കുന്നു എന്നൊരുത്തൻ പറഞ്ഞാൽ നമ്മൾ പറയും ഇവൻ ജാഹിലാണ്, വിവരമില്ലാത്തവനാണ്. അതുകൊണ്ട് കൃത്യമായി പണ്ഡിതന്മാരോട് പരിശോധിക്കാതെ ഇത്തരത്തിൽ അസറുകളും സലഫുകളുടെ കൗലുകളൊക്കെ എടുത്തിട്ട് അത് പോസ്റ്ററുകളൊക്കെ ആക്കിയിട്ട് 4 ഭാഗം ഷെയർ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അതൊക്കെ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കണം. കാരണം ഇത്തരം അസറുകൾ പലപ്പോഴും സാധുക്കളായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പലരും ഉപയോഗപ്പെടുത്താറുണ്ട്. കണ്ടില്ലേ, ഇവർ ഇന്നലെ ഇങ്ങനെ പറഞ്ഞു, ഇവരിന്ന് മാറി, അപ്പോൾ ഇവൻ ഫിത്തനയിൽപ്പെട്ടു എന്ന് പറയും. കാരണം സലഫുകളുടെ കൗലാണ്. സലഫുകളുടെ കൗല് ഫഹ്മ് വളരെ നിർബന്ധമായ കാര്യമാണ്. ഖവാരിജുകൾ അങ്ങനെയാണ് പഴച്ചു പോയിട്ടുള്ളത്. ഷെയ്ഖ് സാലിഹ് സുഹൈമി ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. ഖവാരിജുകൾ പഴച്ചു പോയിട്ടുള്ള ഖുർആനും ഹദീസും എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഉദ്ദേശിക്കാത്ത മുറാദുകൾ പറയും. അല്ലെ, കാര്യം ഹക്കാണ്, പക്ഷേ അത് ഉദ്ദേശിക്കപ്പെട്ടത് ബാത്തിലാണ്. അദ്ദേഹം പറയാണ്, സാലിഹ് സുഹൈം ഹഫിളഹുല്ലാ, ഈ കാലഘട്ടത്തിൽ സലഫികൾക്കിടയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ഗുലൂവിലേക്ക് പോയ, പരിധി വിട്ടുപോയ ആളുകൾ വിമർശിക്കുക. അദ്ദേഹം പറയാണ്, ഇന്ന് ചില ആളുകൾ ഇതുപോലെയുള്ള സലഫുകളുടെ കൗലുകളും മറ്റും എടുത്തുകൊണ്ടുവരും. എന്നിട്ട് സലഫുകളുടെ കൗലിന് ആദ്യം അവർ പൂർണ്ണമായി പഠിച്ചിട്ടുണ്ടാവുകയില്ല, അതിനപ്പുറത്ത് വേറൊരു കൗലുണ്ടാകും. ഈ 2 കൗലുകളും മനസ്സിലാക്കിയിട്ടാണ് സലഫുകളുടെ പൊതുവായ അഭിപ്രായത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗലെടുത്തിട്ടല്ല, അതുപോലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്നത് മനസ്സിലാക്കിയാൽ തന്നെയും അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതല്ലാതെ സാധാരണക്കാരായ ആളുകൾ അതെടുത്ത് അങ്ങനെ വിശദീകരിക്കലല്ല, അവന് തോന്നിയതുപോലെ അത് അമലാക്കലല്ല. അതൊക്കെ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സാന്ദർഭികമായി ഉണർത്തിയതാണ്. നല്ലൊരു ചോദ്യമാണ്, ഹലാൽ എങ്ങനെ ഹറാമാകുമെന്നുള്ളത്. ഇല്ല, ഹലാല് തന്നെയാണ്, ഹറാമ് തന്നെയാണ്. അതിൻ്റെതായ ലറൂറത്തുകളും അതിൻ്റെതായ മസ്ലഹത്തുകളൊക്കെ വരുന്ന സമയത്താണ് അത് വരുന്നുള്ളൂ. അത് നമ്മൾ ഓരോരുത്തരും സ്വന്തമായി അങ്ങനെ തീരുമാനിക്കലല്ല, അത് മഹാന്മാരായ പണ്ഡിതന്മാരോട് ചോദിച്ച് ഉറപ്പുവരുത്തി. അല്ലാഹു തആല പറഞ്ഞതുപോലെ ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അഹ്ലു ദിക്റിനോട്, ആ വിഷയത്തിൽ അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിക്കണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ. അല്ലെങ്കിൽ ഇതൊരു ഫൗളയായി തീരും. ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ ഞാൻ എന്നത് ഹലാലാക്കാണ്, അത് അനുവദനീയമല്ല. നാളെ പന്നിമാംസം ഹലാലാവോ? ഇല്ല. പന്നിമാംസം ഇലാ യൗമിൽ ഖിയാമ ഹറാമാണ്. പക്ഷെ ഒരു മുൽത്തറായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യത്തിൽ, ആ ആവശ്യത്തിൽ അത് ഹലാലാകും. അതുപോലെ തന്നെയുള്ളൂ. അതല്ലാതെ ഇന്നലെ അങ്ങനെ പറഞ്ഞാൽ ചില ആൾ പറയാം, ഇത് നോക്കിയാൽ ഇപ്പം നാളെ ഇവർക്ക് അതും ഹലാലായിരിക്കും, മറ്റന്നാളെ ഇവർക്ക്, അങ്ങനെയൊന്നുമില്ല. നഊദു ബില്ലാഹ്. അത് വിവരമില്ലാതെ സംസാരിക്കുന്ന ആളുകളുടെ വർത്താനങ്ങളാണ്. അത് പണ്ഡിതന്മാരോടോ അല്ലെങ്കിൽ അതുപോലെ ഇൽമുള്ള ആളുകളോട് ചോദിക്കാതെ അത്തരം കാര്യങ്ങൾ നമ്മൾ പറയരുത് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. ഇതാണ് അദ്ദേഹം ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഫായിദ. അടുത്ത ഹദീസ്, وعن معاوية رضي الله عنه قال قال رسول الله صلى الله عليه وسلم من يريد الله به خيرا يفقهه في الدين. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, അവന് ദീനിൽ അല്ലാഹു തആല അവഗാഹം
നേടുന്നതാണ് എന്നാണ്. നേരത്തെ സഹോദരൻ ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ സഹോദരങ്ങൾ അത്തരത്തിൽ ചോദ്യങ്ങൾ വളരെ അനിവാര്യമായ ചോദ്യങ്ങളാണ്. അങ്ങനെയുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് ചോദിച്ച് കൃത്യത വരുത്തി നമ്മൾ ഉറപ്പിക്കണം. കാരണം പലരും അത് തെറ്റിദ്ധരിച്ചു മനസ്സിലാക്കി എന്നുള്ളത് മാത്രമാണ് യഥാർത്ഥത്തിൽ. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ആരോടാണ് ചോദിക്കേണ്ടത്? സാധാരണക്കാരോടല്ല, നമ്മൾ പണ്ഡിതന്മാരോട് തന്നെ ചോദിച്ചിട്ട്. കാരണം നമ്മൾ ദീനിന്റെ ഓരോ കാര്യങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാരിലേക്ക് മടക്കി അവർ പറയുന്നതിനനുസരിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കാരണം അത് ചിലപ്പോൾ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പണ്ഡിതന്മാരിൽ നിന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുന്ന ചിലർ പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ ഇവർ സ്വന്തം മനസ്സിലാക്കുകയാണ്. സ്വന്തമായിട്ട് വാട്സപ്പിലൂടെയും സ്വന്തമായിട്ട് അങ്ങനെ ഇത്തരം സോഷ്യൽ മീഡിയയിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി ഷെയർ ചെയ്യാണ്. യഥാർത്ഥത്തിൽ ഇവർ പണ്ഡിതന്മാരുടെ അടുത്ത് പഠിക്കണം, പണ്ഡിതന്മാരുടെ അടുത്ത് മനസ്സിലാക്കണം എന്ന് പറയും. പക്ഷെ ഇത്തരം വിഷയങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരോട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അത് വളരെ കൃത്യമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പണ്ഡിതൻ്റെ 1 മിനിറ്റ് ഫത്വ മാത്രം എടുത്തിട്ട് ദീനിൻ്റെ ഒരു വലിയൊരു മസാല ഇതിങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന ചില ആളുകളുമുണ്ട്. അവരും അത് മനസ്സിലാക്കേണ്ടത് ഇത് ആ പണ്ഡിതന്മാരോട് ചോദിക്കേണ്ടത് ഏത് ചോദ്യത്തിനാണ് ഈ ഉത്തരം വന്നിട്ടുള്ളത്, അതുമായി ബന്ധപ്പെട്ട അതിന് പൂർണ്ണമായ വിശദാംശങ്ങൾ എങ്ങനെയാണ്, ഇന്ന സാഹചര്യത്തിൽ അത് എങ്ങനെയാണ്, ഇന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ്, അത് പൂർണ്ണമായി അതിനെക്കുറിച്ചൊരു തസവൂർ മൊത്തത്തിലൊരു കാര്യം മനസ്സിലാക്കാതെ നമ്മളൊരു വിഷയത്തിൽ സഹോദരങ്ങളെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരഭിപ്രായമായി സ്വീകരിക്കുകയും അങ്ങനെ അത് നമ്മൾ തെറ്റായി മനസ്സിലാക്കി നമ്മൾ അപകടത്തിൽ പെടുകയും ചെയ്യരുത് എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, അവൻ അല്ലാഹു തആല ദീനിൽ അവഗാഹം നൽകും എന്നുള്ളതാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തൗഫീഖാണ് അല്ലാഹു ഒരാൾക്ക് ദീൻ പഠിക്കാനുള്ള അവസരങ്ങൾ അവന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചതിൻ്റെ അവൻ്റെ ബാഹ്യമായ അടയാളത്തിൽപ്പെട്ടതാണ്. ഒരാൾക്ക് ദീൻ പഠിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഇവിടെ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ ഫിഖ് നൽകുക എന്ന് പറഞ്ഞാൽ കേവലം കർമ്മശാസ്ത്ര വിഷയം മനസ്സിലാക്കാൻ കഴിയുക എന്നല്ല, മറിച്ച് ഫിഖ് എന്ന് പറയുന്നതിൻ്റെ പൊതുവായ അർത്ഥം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനിലുള്ള അവഗാഹം എന്നാണ്. പൊതുവായുള്ള ഉദ്ദേശം അത് ദീനിലുള്ള അവഗാഹം എന്നുള്ളതാണ്. എന്നാൽ നമുക്കിത് വലിയ ഖേദകരമായ ഒരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കർമ്മശാസ്ത്രപരമായ അറിവ് നന്നായിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിലുള്ള മസായിലുകളൊക്കെ, ഷാഫി മദ്ഹബൊക്കെ കലക്കി കുടിച്ച കാലിമാരായ ആളുകളൊക്കെ ചിലപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാകും. എന്നാൽ അൽ ഫിഖ്ഹുൽ അക്ബർ എന്ന് മുൻഗാമികൾ വിശേഷിപ്പിച്ച അഖീദയുടെ വിഷയത്തിൽ അവൾ വളരെയധികം പിന്നോട്ടായിരിക്കും. അതിൽ വളരെ ബാത്തിലായ അഖീദയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള വിശ്വാസം അശ്അരി വിശ്വാസങ്ങളായിരിക്കും. അല്ലാഹുവിൻ്റെ നാമവിശേഷണങ്ങളെ അതുപോലെ വിശ്വസിച്ച് അതുപോലെ മനസ്സിലാക്കാതെ റബ്ബിന് യോജിക്കുന്ന രൂപത്തിൽ അതിനെ സ്ഥിരപ്പെടുത്താതെ അവരതിനെ ദുർവ്യാഖ്യാനിച്ചും നിഷേധിച്ചും തെറ്റിച്ചൊക്കെ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള അഖീദകൾ സ്വീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ ഹക്കായ തൗഹീദിന്റെ വിഷയത്തിലും വലിയ അപകടം നിറഞ്ഞ ഷിർക്കിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ഷിർക്കിൽ തന്നെ മുങ്ങിക്കുളിച്ചിട്ടുള്ള വിഷയമായിരിക്കും അവർക്കുണ്ടാകുക. അതുകൊണ്ട് അത്തരക്കാർക്കൊന്നും ഫിഖ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കരുത്. അല്ലാതെ ഇത് ഉദ്ദേശിക്കുന്നത് ദീനിലുള്ള ഫിഖ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രം അറിയുക എന്നുള്ളതല്ല, മറിച്ച് മുൻഗാമികളൊക്കെ പല ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടുള്ളത് അൽ ഫിഖ്ഹുൽ അക്ബർ എന്ന് പറഞ്ഞാൽ അഖീദയെക്കുറിച്ചാണ്. അതാണ് ഏറ്റവും പ്രാധാന്യം. എന്നാൽ ഇതും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അയാൾക്ക് അഖീദപരമായ വിശ്വാസപരമായ കാര്യങ്ങളിൽ അള്ളാഹു അവൻ അറിവ് പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിൽ അറിവ് പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ദീനിന്റെ എല്ലാ കാര്യങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആല അവന് എന്ത് ചെയ്യും? അവഗാഹം നൽകും. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി ഇതിനൊരു മഫ്ഹൂം മുഖാലഫ ഉണ്ട്. അതായത് ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവന് ദീനിൽ ഒരു വിജ്ഞാനം ഉണ്ടാവില്ല, പടുജാഹിലായിരിക്കും. അപ്പോൾ നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളങ്ങനെ ഒന്നും പഠിക്കാതിരുന്നാൽ അല്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ലാതെ നമ്മളങ്ങനെ മുന്നോട്ട് പോയാൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എനിക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. ഖുർആനുമായി ബന്ധം വേണം. ഖുർആൻ പാരായണം ചെയ്യാൻ ഒരാൾക്ക് ഖുർആൻ പാരായണം ചെയ്യാനേ അറിയില്ല, ജീവിതകാലത്ത് ബാക്കിയെല്ലാം അറിയാം, എല്ലാ പ്രവർത്തനത്തിനുണ്ട്, എല്ലാത്തിനും മുൻപന്തിയിലുണ്ട്, ഖുർആൻ ഓതാൻ അറിയില്ല. അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം അതൊന്ന് നാവ് കൊണ്ട് ചലിപ്പിച്ച് ഓതാൻ പോലും അറിയില്ലെങ്കിൽ ഏറ്റവും വലിയ ദൗർഭാഗ്യവാനാണ് അവൻ. ബാക്കിയുള്ള എല്ലാത്തിനും സമയമുണ്ട്. കച്ചവടത്തിന് സമയമുണ്ട്, ആരോഗ്യത്തിന് കുറവില്ല, സമയത്തിന് കുറവില്ല, പല കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നുണ്ട്. അവന് ഖുർആൻ പാരായണം പോലും അറിയില്ല. നേർക്കുനേരെ ഫാത്തിഹ പോലും അതിൻ്റെ ഹർഫുകൾ തെറ്റാതെ അറിയില്ല. ഹർഫൊക്കെ ആകെ തെറ്റായിരിക്കും.
അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് റബ്ബ് ഖൈർ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾ ദീനിന്റെ മാർഗത്തിലേക്ക്, ദീൻ പഠിക്കുന്നതിലേക്ക് വരണം. റബ്ബിന്റെ കൂടുതൽ കൂടുതൽ ഖൈറുകൾ ഉദ്ദേശിക്കുന്ന ആളുകൾ കൂടുതൽ കൂടുതൽ പഠിക്കാൻ വേണ്ടി മുന്നിട്ട് വരണം എന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഇത്രയാണ് ഈ ഹദീസിൽ മനസ്സിലാക്കേണ്ടത്. ഇനി അദ്ദേഹം പറയുന്നുണ്ട് ഒരു ചോദ്യം കൂടി. നമ്മൾ ചില പണ്ഡിതന്മാരെ കാണും, ഇന്നനാ നറ ബഅ്ദൽ ഉലമാ ഇൻദഹും ഫിഖ്ഹുൽ അഖദി വൽ അമലി വമഅ ദാലിക് ഹും അലാ ജാനിബിൻ കബീരിൻ മിനൽ മആസി വൽ ഫുസൂഖ്. ചില പണ്ഡിതന്മാരെ നമ്മൾ കാണുന്നു, അവർക്ക് എല്ലാത്തിലും അഖീദപരമായിട്ടും വിശ്വാസപരമായിട്ടൊക്കെ നല്ല അറിവൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് തെമ്മാടിത്തരവും അതുപോലെ തിന്മകളിലൊക്കെ അവരെ കാണുകയാണ്. അദ്ദേഹം പറയും, ഹൗലാ ലൈസു ഫുഖഹാ, അവരെ ഫുഖഹാക്കൾ എന്ന് വിളിക്കുകയില്ല, ഫഖീഹ എന്ന് പറയുകയില്ല, ബൽ ഹും ഖുറാ. കേവലം ഇങ്ങനെ ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡാറ്റാ ബേസുകൾ കളക്ട് ചെയ്ത് കുറെ ആയത്ത് പഠിച്ചു, ഹദീസ് പഠിച്ചു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഠിക്കുന്നവരെ ഒരിക്കലും ഫുഖഹാക്കൾ എന്ന് പറയില്ല. മറിച്ച് അവർ വെറും ഖുറാകളാണ്. ഇതൊക്കെ അറിയാം, പാരായണം അറിയാം, ഓതാൻ അറിയാം, ഒക്കെ അറിയാം. ഖുർആൻ ഓതാൻ നന്നായിട്ട് അറിയാം, ഹദീസുകൾ ഉദ്ധരിക്കാൻ അറിയാം, പ്രഭാഷണം നടത്താൻ അറിയാം, പ്രസംഗം പറയാൻ അറിയാം. പക്ഷെ കാര്യമില്ല, അമല് ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇൽമു കൊണ്ട് യാതൊരു ഉപകാരവും അവനില്ല. അല്ലാഹു തആല നമ്മെല്ലാവരും അത്തരം ഷർറിൽ നിന്നും അത്തരം ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്നും കാക്കുമാറാകട്ടെ. ഇതാണ് ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഹദീസുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.